ഹിന്ദി മിത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ സയാനി ബുവ എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. സയാനി ബുവ കിസ്കി രചന ഹെ? മന്നു ഭണ്ഡാരി. സയാനി ബുവ കിസ് വിധ കി രചന ഹെ? കഹാനി. ബുവ കാ നാം സയാനി ക്യോം പടാ? എന്തുകൊണ്ടാണ് ബുവയുടെ പേര് സയാനി എന്ന് വന്നത്? ഉൻകെ സയാനിപ്പൻ കോ ദേഖ്കർ ബുവ കാ നാം സയാനി പടാ. ബുവയുടെ സാമർഥ്യം കണ്ടിട്ടായിരിക്കാം ബുവയുടെ പേര് സയാനി എന്നിട്ടെന്നാണ് ലേഖികയ്ക്ക് തോന്നിയത്. കർക്ക സാരാ കം കിസ്കി കഹയാനുസർ ഹോത്താ ഹെ? വീട്ടിലെ എല്ലാ ജോലികളും ആരുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്? ബുവാജി കെ. ലേഖിക ബുവാജി കെ പതി കോ ക്യാ കഹക്കർ പുകാർത്തി തി? ലേഖിക ബുവാജിയുടെ ഹസ്ബൻഡിനെ എന്ത് പേരിലാണ് വിളിച്ചിരുന്നത്? ഭായി സാഹബ്. ഡോക്ടർ ने अन्नू को कहाँ ले जाने की सलाह दी? ഡോക്ടർ അന്നുവിനെ എവിടെ കൊണ്ടുപോകണമെന്നാണ് നിർദ്ദേശിച്ചത്? ഡോക്ടർ ने अन्नू को पहाड़ों पर ले जाने की सलाह दी. പർവ്വത പ്രദേശങ്ങളിൽ കൊണ്ടുപോകാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. ബുവാജി അന്നു കെ സത് പഹാഡ് പർ ക്യൂ നഹീ ഗയി? എന്തുകൊണ്ടാണ് ബുവ അന്നുവിനോടൊപ്പം പഹാഡിൽ പോകാത്തത്? डॉक्टर ने बुवाजी के व्यवहार के बारे में जानकर उनको अन्नू के साथ जाने से मना कर दिया था. ബുവാജിയുടെ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ ഡോക്ടർ തന്നെയാണ് നിർദ്ദേശിച്ചത് അന്നുവിനോടൊപ്പം ബുവാജി പോകണ്ട എന്ന്. ബുവാജി കോ ഗൃഹസ്ഥി ജമായ കിത്തനെ വർഷ ഹോ ഗയി തി? ബുവാജി ഗൃഹസ്ഥഭരണം ഏറ്റെടുത്തിട്ട് എത്ര വർഷമായി? 15 വർഷ. 15 years. പിതാജി ബാർ ബാർ ബുവാജി കാ ഉദാഹരണം ക്യോം ദേത്തെ थे? ലേഖികയുടെ അച്ഛൻ ഏത് കാര്യവും പറയുന്നത് ബുവായെ ഉദാഹരണപ്പെടുത്തിയാണ്. എന്തുകൊണ്ടാണ് കാരണം? उनके बच्चे भी अपनी बुवाजी की तरह समझदार, വ്യവസ്ഥിത തഥാ ബുദ്ധിമാൻ ബനെ. അദ്ദേഹത്തിൻ്റെ മക്കളും ബുവയെ പോലെ ബുദ്ധിമതികളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചിട്ടയോട് ചെയ്യുന്ന കുട്ടികളാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ലേഖിക ബുവാജിക്ക ഘർ ജാനെ കെ ലിയെ ക്യോം തയ്യാർ ന തി? ലേഖിക ബുവാജിയുടെ വീട്ടിൽ പോകാൻ തയ്യാറായിരുന്നില്ല. കാരണം എന്താണ്? ലേഖിക ബുവാജി കെ ഖഡോർ അവർ അനുശാസിത വ്യവഹാർ സെ ഭലീഭാന്തി പരിചിത തി. വളരെ സ്ട്രിക്റ്റായ ബുവയുടെ സ്വഭാവത്തെക്കുറിച്ച് ലേഖികയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ബുവയുടെ വീട്ടിൽ പോകാൻ ലേഖിക തയ്യാറാകാത്തത്. ബുവാജിക്ക് ബേട്ടി കാ നാം ക്യാ തി? ബുവാജിയുടെ മകളുടെ പേരെന്താണ്? അന്നു. സയാനി ബുവ കാ ചരിത്ര ചിത്രൺ അപ്നെ ശബ്ദോ മേ ലിഖേ. സയാനി ബുവയുടെ ക്യാരക്ടറിനെ കുറിച്ച് എഴുതാനാണ്. സയാനി ബുവ एक समझदार औरत थी. സയാനി ബുവ ഒരു ബുദ്ധിമതിയായ ലേഡിയായിരുന്നു. പ്രത്യേക കാം വ്യവസ്ഥിത തരീക്കേസെ കർത്തി തി. ഓരോ ജോലിയും ചിട്ടയോട് ചെയ്തിരുന്നു. വസ്തുവും സംഭാൽക്കർ രഹനേക്കാവുനി ബോ ഷൗക്കത്തി. സാധനങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് ഉപയോഗിക്കുമായിരുന്നു. വേ ബാഹർസെ ജിത്തന കടൂർത്തി അന്തസെ ഉതനാഹി കോമൽത്തി. പുറമെ എല്ലാവരോടും സ്ട്രിക്റ്റായിരുന്നു എങ്കിലും ഉള്ളിൻ്റെ മനസ്സിൽ എല്ലാവരോടും സ്നേഹമുണ്ടായിരുന്നു. ലേഖിക ने സയാനി ബുവ കെ പരിവാർ കോ മെഷീൻ ക്യോം കഹാ ഹെ? എന്തുകൊണ്ടാണ് ലേഖിക സയാനി ബുവയുടെ കുടുംബത്തിന് മെഷീൻ എന്ന് പറഞ്ഞിരുന്നത്? ऐसे मशीनें बिना रुकावट के और सही ढंग से काम करती है, वैसे बुआ के परिवार के लोग बड़ी व्यवस्था से काम करते थे. എങ്ങനെയാണോ മെഷീൻ ഒരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ബുവയുടെ നിർദ്ദേശങ്ങൾ ബുവയുടെ ഹസ്ബൻഡും അന്നുവും വളരെ കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കുന്നത്. ലേഖിക को क्यों लगा कि കഠോര ബുവാ में കഹീം കോമളത ചിപ്പി ഹേ? ബുവയുടെ കഠിന ഹൃദയത്തിലും സ്നേഹമുണ്ട് എന്ന് ലേഖികയ്ക്ക് എപ്പോഴാണ് മനസ്സിലായത്? जब भाई साहब नौकर और अन्नू को लेकर पहाड़ पर जाने लगे तो बुआ बहुत रोने लगी. ഭായ് സാഹബ് ജോലിക്കാരനെയും അന്നൂനെയും കൊണ്ട് പഹാഡിലേക്ക് പോയപ്പോൾ ബുവ ഒത്തിരി നേരം കരഞ്ഞു. ഇത് കണ്ടപ്പോഴാണ് ലേഖികയ്ക്ക് തോന്നിയത് ബുവയുടെ കഠോര ഹൃദയത്തിലും സ്നേഹം ഉണ്ട് എന്ന്. പടേ സമച്ചി പ്യാലെ കാ സെറ്റ് ബിഗഡ് ജായേഗ. അന്നു പഹാഡ് മേ ക്യാ ഖായേഗി? ബച്ചെ അപ്നി ഇച്ഛാ കെ അനുസർ ക്യാ ഖാക്ക് കരയെങ്കെ. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് നോക്കിക്കോളൂ. ജായേഗ, പ്യാലേക്ക് സെറ്റ് എന്നുള്ളത് പുല്ലിംഗ ഏകവചനമായതുകൊണ്ടാണ് ജായേഗ വന്നത്. അന്നു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് ഖായേഗി വന്നു. ബച്ചെ എന്നുള്ളത് പുല്ലിംഗ ബഹുവചനമായതുകൊണ്ടാണ് കരയെങ്കെ എന്ന് വന്നത്. ബച്ചെ സ്കൂൾ ജാത്തേ ഹെ, ഇത് പ്രസന്റ് ടെൻസാണ്. ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ എഴുതും? ബച്ചെ സ്കൂൾ ജായേങ്കെ. ബച്ചെ പുല്ലിംഗ ബഹുവചനമായതുകൊണ്ടാണ് ജായേങ്കെ വന്നത്. ഉമ ആം ഖാത്തി ഹെ, അത് ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ പറയും? ഉമ ആം ഖായേഗി. ഉമ സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് ഏകി ചേർത്തിട്ട് എഴുതി. ഉമ ആം ഖായേഗി.
ചങ്കു ക്രിക്കറ്റ് ഖേൽത്താ ഹേ. ചങ്കു ക്രിക്കറ്റ് ഖേലേഗ. ചങ്കു പുല്ലിംഗ് ഏകവചനമാണ്. ലഡിക്യാം പേട് പർ ചढ़ती हैं. ലഡിക്യാം പേട് പർ ചढ़ेंगी. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഹിന്ദി മിത്ര എന്ന ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും വേണം. താങ്ക്